വാണെന്ന് വിളിച്ചപ്പോ പേഴ്സണലായിട്ട് അവനൊരു എന്തെങ്കിലും റിയാക്ഷൻ ചെയ്യില്ല. അവനിക്ക് എന്നായിട്ട് റിയാക്ട് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൺമശിക്കുണ്ടാ നീ തുണിയില്ലാതെ നാളെ ലൈവിൽ ഇരുന്നാൽ പോലും എന്റെ ഗെയിം കളിക്കുമ്പോൾ വാച്ചിങ് നിനക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല, മനസ്സിലായ? സത്യമല്ലേ? അവൻ വേണമെന്ന് വിളിച്ചത് സിംപ്ലിഫൈ ചെയ്ത ആള്, നോർമലൈസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തതൊക്കെ. പക്ഷെ അവൻ എന്റെ വാപ്പാക്കും എന്റെ തന്തയ്ക്കും എന്റെ തന്തക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. പിന്നെ പോലെ തന്തയിലായ്മ പറഞ്ഞ പിന്നെ വിളിക്കാതെ ആരെ പിന്നെ വിളിക്കണ്ടേ? അപ്പൊ കരിയപ്പലയാടി പൊലയാടി മോനെ എനിക്ക് എന്നോട് ഇത്രേ പറയാനുള്ളൂ. എന്റെ വീട്ടുകാർ കരിവേപ്പില വെച്ച് എത്ര വലിയ പുണ്ണ ഗെയിമർ എന്ത് പൂർണ്ണയാലും ഒരു മരുമില്ല, മനസ്സിലായില്ലേ? ഞാൻ അനക്കാ വിളിച്ചിട്ട് എനിക്ക് ഇതുണ്ട് അതുണ്ട്, നീ വലിയ ആളാണ്. ആര് വിളിച്ചിട്ട്? ആരാ വിളിച്ചേ? നിന്നെ വിളിച്ചിട്ട് അതുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ആരാ വിളിച്ചേ? മണവാൾ എന്ന് പറയുന്ന അക്കൗണ്ടിനകത്തുനിന്ന് വന്നതാ. ഹലോ എന്ന് പറഞ്ഞ ആദ്യം ഒരു മെസ്സേജ് വന്നു, രണ്ടാമത്തെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. ഓഡിയോ കോള് 2 വട്ടം. എനിക്കൊരു മരുമില്ല, നീ എന്ത് പുണ്ണേന് എനിക്കൊരു മരുമില്ല. ഞാൻ നിന്റെ അടുത്ത് എന്റെ വയല അറിയാം അതൊരു വാണം എന്നുള്ള സംഭവം വന്നു. അതിന് ഞാൻ പറഞ്ഞു ഞാൻ സോറി ഞാൻ ക്ഷമ ചോദിക്കാനുണ്ട്. എനിക്ക് ഈ മരി ഇതിന്റെ കാര്യം എനിക്കറിയില്ല. ഞാൻ ബ്രോ എന്റെ അറിയാന്ന് വേണമെന്ന് മറ്റേ ഇതെന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഞാനും അറിയാതെ തന്തയ്ക്ക് പറഞ്ഞു പോയി. കഴിഞ്ഞില്ലേ? ഒന്നും പറയല്ലേ? അത്രയല്ലേ ഉള്ളൂ. ഒരു ആണെന്ന് വിളിച്ചു, അതിന് അവനങ്ങ് കയറി കൊണച്ചു. നീ ആനാരാ? സിമ്പിൾ ആയിട്ട് ഞാൻ വാണെന്ന് വിളിച്ച് അതിനകത്ത് കുറച്ചെന്നേ. പിന്നെ എനിക്ക് എത്ര ഫാൻസ് വെച്ചിട്ടുണ്ടെന്ന് അറിയോ? മൈര അറിയാന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആര് ചോദിച്ചു? നിന്റെ അടുത്ത് ചോദിച്ചോ? നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചോ? ഫ്ലാഷ് ബാക്ക് ഒന്നും വേണ്ട. ഇപ്പൊ സ്ട്രീമിങ് ഇപ്പൊ എല്ലാരും സ്ട്രീമിംഗ് ആയി 4-5 പെണ്ണുങ്ങളെ ആൾക്കാരെ വെച്ചോണ്ട് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. 4-5 പെണ്ണുങ്ങളെന്നൊന്നും ഞാൻ എങ്ങും മെൻഷൻ ചെയ്തിട്ടില്ല. എടാ അത് എന്തേലും കുറ്റപ്പെടുത്ത് വേടാ. വീഡിയോ PO ഇടുമ്പോ എന്തേലൊക്കെ കുത്തി പറയണ്ടേടാ, എന്തെങ്കിലുമൊക്കെ കുത്തി പറയണ്ടേടാ. ഒരു വീഡിയോ അതിന് ഞങ്ങൾ റിയേറ്റ് ചെയ്തത്. അപ്പൊ അതിൽ അറിയാതെ ഞാൻ ഇങ്ങനെ പറയണത് വേണം എന്ന് പറഞ്ഞ സംഭവം അറിയാതെ വാണം ചേട്ടാ ഇങ്ങനെ സൈഡിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എങ്ങനെ പുള്ളി അത് നിന്റെ മുഖം അടിച്ച് പൊട്ടിക്കുവോ അതോ അതും കേട്ടോണ്ട് നിന്നെ മറ്റേ ഇതാക്കുവോ? വളരെ സൈഡിൽ കൂടെ മൈക്കിലൊന്നും കേൾക്കാതെ വാണം എന്ന് പറഞ്ഞ് പോയെന്ന് എന്തൊരു എക്സ്ക്യൂസ് ആണോ വാണമേ? അതിൽ വന്നു പോയതോ? ഓക്കെ, അത് ഞാൻ സോറി ചോദിക്കാനോ ഓക്കെയാണ്, ഞാൻ ക്ഷമ ചോദിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പേഴ്സണലായിട്ട് ഒരാളെ തെറി വിളിക്കാനോ ഒരു പരിപാടിക്ക് പോകാത്ത ഒരാളാണ് ഞാൻ. ഞാൻ അതിന് കയറി വന്നിരുന്നിട്ട് എന്റെ കുടുംബക്കാർക്ക് ഒരു തേങ്ങ അറിയില്ല, എന്റെ വീട്ടുകാർക്ക് ഒന്നും അറിയില്ല. എന്റെ തന്തക്ക് വിളിക്കാൻ മാത്രം പൂറി മോനെ നീ ആരാമായിര ഓക്രിത്തരം കാണിച്ച ഇങ്ങനെയായിരിക്കും വീട്ടിലിരിക്കുന്നവരൊക്കെ കേൾക്കേണ്ടി വരും മച്ചാനെ. അതാദ്യം മനസ്സിലാക്ക്. അതാദ്യം നീ മനസ്സിലാക്കുക. അത് നീ നന്നായാൽ തന്നെ പകുതി പ്രശ്നം അവർക്കൊന്നും കേൾക്കേണ്ടി വരില്ല. നീ നന്നാവാത്തതാണ് പ്രശ്നം. നീ ഇങ്ങനെ നാട്ടിലൊക്കെ പോയി അനാവശ്യ